നല്ലൊരു ഈവനിങ്, നല്ല രസം കാണാൻ. അധിക നേരമൊന്നും ഈ കാഴ്ച കാണാൻ പറ്റില്ലെങ്കിലും എന്ത് ഭംഗിയാലും ഇത് കാണാൻ. ഈ മാസം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ വിചാരിക്കണത് ആ പുൽക്കൂട് ഉണ്ടാക്കണം. പക്ഷെ എനിക്ക് നേരെ ഒത്തു വന്നത് ഇപ്പോഴാണ്. മടി, എൻ്റെ മടി ഒന്ന് മാത്രമാണ് ഇതിന് കാരണം. സാധാരണ സന്ധ്യയായ ഇങ്ങനത്തെ മെനക്കെട്ട പണിക്കൊന്നും ഞാൻ ഇരിക്കാറില്ല. വല്ലോടത്തും ചുരുണ്ടോടിരുന്ന് ഫോൺ നോക്കിയിരിക്കും, അതാണ് പതിവ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, പുൽക്കൂടി തവണ ഉണ്ടാവില്ല. തെർമോക്കോളൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായി. അത് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയൊക്കെ ഉണ്ടാക്കാനാണ് മടി. ഈ തെർമോക്കോൾ കട്ട് ചെയ്യുക എന്നുള്ളത് ചിലർക്ക് ഇച്ചിരി ടാസ്ക്കാണ്. അതായത് ആദ്യമായിട്ട് ചെയ്യണവർക്ക്. അതായത് തെർമോക്കോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ തെർമോക്കോൾ ബോൾസ് ഒക്കെ ഇങ്ങനെ തരുതരുന്നിരിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു വൃത്തിയില്ലാതിരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ചൂടാക്കിയ നേരത്തെ കമ്പി ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. നല്ല ഷാർപ്പായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ എന്നെ പോലെ ഇതുപോലത്തെ പേപ്പർ കട്ടർ വെച്ച് കട്ട് ചെയ്താലും മതി. പേപ്പർ കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പം നല്ല ഷാർപ്പായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ നമ്മൾ വാങ്ങിയൊരു പുൽക്കൂടായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിങ്ങനെ പൊടിയൊക്കെ പിടിച്ച് പോയി. കഴിഞ്ഞ തവണ ഒരു ബേസ് ബോർഡ് വെട്ടി കൊണ്ടാണ് പുൽക്കൂട് ഉണ്ടാക്കിയത്. ഇത്തവണ തെർമോക്കോളിൽ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. തെർമോക്കോൾ കൊണ്ട് ഞാനും ആദ്യമായിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഏകദേശം ഇതിനോട് സാമ്യമുള്ളൊരു പുൽക്കൂടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ടാക്കി വരുമ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ബാക്കിലെ 2 ചുവരുകൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെർമോക്കോളിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ ബ്രിക്സിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഭംഗിക്ക് ലെവലായിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് സ്കെയിൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ റെഫറൻസ് കാണിച്ച പിക്കിൽ അത്ര ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല അവർ. പക്ഷേ അറിയാലോ, നമ്മളെന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിർത്താനും പറ്റില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പാർട്ട് 2 കാണാവേ.